ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് പെരുന്നാൾ വ്ളോഗാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വലിയ പെരുന്നാൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഞാൻ ഖത്തറിൽ പോയി വന്നതിന് ശേഷം വീട്ടിലോട്ട് വന്നിട്ടില്ല. അപ്പം ഞാൻ അതിന് ശേഷം വരുന്ന ഫസ്റ്റത്തെ പെരുന്നാളായതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മട്ടൻ ബിരിയാണിയാണ് ഇന്ന് വെക്കാൻ പോകുന്നത്. ഉള്ളി കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കായ്ച്ചാറ്, പാലക്കാടുകാരുടെ സ്പെഷ്യൽ വിഭവമായ കായ്ച്ചാറും റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം എണ്ണ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ സ്പൈസസും അതുപോലെ തന്നെ മുളകും ഉള്ളി ഇടണ വരെയും ഞാൻ കുറച്ച് ദൂരെ നിന്നിട്ടാണ് ഹാൻഡിൽ ചെയ്യാറ്. കാരണം പലപ്പോഴും എൻ്റെ മേലെ എണ്ണ തെറിക്കും, അതുകൊണ്ടാണ് മാറി നിൽക്കുന്നത്. ഉള്ളി കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം കേട്ടോ, പിന്നെ പൊട്ടലും ചീറ്റലൊന്നും കാണൂല. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ മട്ടന് വേവിക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ വീഡിയോ എടുത്തുകൊണ്ട് പാചകം ചെയ്യുക പറഞ്ഞത് എനിക്ക് കുറച്ച് റിസ്ക്കാണ്. ചില കാര്യങ്ങൾ ഞാൻ മറന്നു പോകും. ഉമ്മ എൻ്റെ അടുത്ത് നിന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്ന കാരണം എനിക്ക് ഇതൊന്നും കേൾക്കുന്നേ ഉണ്ടാവില്ല. എൻ്റെ ഉമ്മ അടുത്ത് നിന്ന് പറയുന്നുണ്ട്, നീ ഒന്നും പറഞ്ഞത് കേൾക്കുന്നില്ല എന്നുള്ളത്. മട്ടൻ അത്യാവശ്യം നല്ല വേവുള്ള സാധനമാണെന്നാണ് തോന്നുന്നത്. കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇൻസ്റ്റയിൽ നമ്മൾ പെരുന്നാൾ ആശംസകൾ പറയാൻ വേണ്ടിയിട്ട് വെളിയിൽ പോയപ്പോഴാണ് കേട്ടോ പള്ളി പിരിഞ്ഞിട്ട് അത്തയും അതേപോലെ തന്നെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നതും മോന് ആദ്യം പോയിട്ട് താത്താൻ്റെ നിന്നുള്ള ഫോണിന് വേണ്ടിയിട്ട് അടികൂടുകയാണ്. ഫോൺ കണ്ടു പറഞ്ഞാൽ, ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടു പറഞ്ഞാൽ ഭയങ്കര സൈലൻ്റാണ് കേട്ടോ. ഞാൻ ഫോണൊന്ന് വീണ്ടും പിടിച്ചപ്പോൾ കണ്ടല്ലോ അവൻ്റെ എക്സ്പ്രഷൻ മാറിയത്. അങ്ങനെ നമ്മളിവിടെ വിട്ടിട്ട് പോയ ഉള്ളിയൊക്കെ നല്ല പോലെ തന്നെ വഴങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലോട്ട് തക്കാളി ആഡ് ചെയ്യാണ്. എനിക്ക് ബിരിയാണി വെക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ഉള്ളിയും തക്കാളിയും നന്നായി വഴങ്ങി കിട്ടണം കേട്ടോ. അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ഈ പാത്രത്തിൽ നിന്ന് തക്കാളി അങ്ങോട്ടും ഇങ്ങോട്ടും വാരിയിടുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. തക്കാളി ഞാൻ എപ്പോഴും ബിരിയാണിക്ക് വേണ്ട കറക്റ്റ് അളവിലാണ് മുറിച്ച് വെക്കാറ്. പക്ഷേ ഉമ്മ എല്ലാത്തിനും കൂടിയുള്ള എല്ലാ തക്കാളിയും കൂടിയിട്ടാണ് പാത്രത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇടുമ്പോൾ ഓവറായിട്ട് വാരിയിട്ടോ, അതാണ് ഇങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നല്ലൊരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മട്ടനും ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം ഉമ്മയാണ് ഒഴിച്ച് തരാറ്. എന്നാൽ ഒരു പാത്രത്തിലെടുത്തപ്പോൾ എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടാ. അതിന് ശേഷം വീണ്ടും വെള്ളമൊക്കെ ഒഴിച്ച് ബിരിയാണി ഒന്ന് സെറ്റാക്കി പറഞ്ഞാൽ കുറച്ച് റീൽസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഈ ചോറ് ആയിക്കഴിഞ്ഞാൽ തന്നെ ഒരു പകുതി സമാധാനമാണ്. ആ ഒരു സൈഡ് കാച്ചാറും ഉമ്മ വെച്ചുകൊണ്ടിരിക്കേണ്ട അതിൻ്റെ ഇടയിൽ കൂടെയാണ് കേട്ടോ എന്നെയും കൂടി സഹായിക്കാൻ വന്നിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ കറണ്ട് കട്ടായിട്ടോ. ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ റിട്ടേൺ കറണ്ട് വന്നപ്പോൾ നോക്കിയതാണ്. നോക്കുമ്പോൾ അത് എക്സ്ട്രാ അവിടെ ഒരു ബൾബ്, ചാർജ് ചെയ്യുന്ന ബൾബ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഓൺ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ പെരുന്നാളിന് ശരിക്കും ഇതാണ് കേട്ടോ സംഭവിച്ചത്. ഞാൻ അരി ഇടുന്നതിന് മുന്നേ ഉമ്മയുടെ സംസാരിച്ച് തന്നത് വേറെ ഒന്നുമല്ല, ഇറച്ചി വേവിച്ച വെള്ളം ഞാൻ ഒഴിക്കാൻ മറന്നു കേട്ടോ. പിന്നീട് ഞാൻ അതിൽ നിന്ന് കുറച്ച് എടുത്ത് മാറ്റിയിട്ട് ആ ഒരു മസാലയും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബിരിയാണിക്കുള്ള ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഇനി കുക്ക് ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൈയും ഒന്ന് പൊള്ളി കിട്ടിയിട്ടുണ്ട്. ഇനി 15 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാൽ മതി. അതുവരെ ഞാൻ വെളിയിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് ഇനി ഞങ്ങൾ കഴിക്കാൻ പോകാം കേട്ടോ. കുട്ടികളുടെ ആദ്യം വലിയവരിൻ്റെയൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അനിയത്തിയൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരിനെ വെയിറ്റ് ചെയ്താണ്. അവർ വന്നത് ഞാനിരുന്ന് ആദ്യം തന്നെ വിളമ്പി തുടങ്ങി കേട്ടോ. എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം അവർ ലൈറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബിരിയാണി ഞാൻ ഫസ്റ്റ് തന്നെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ പെരുന്നാൾ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.